പള്ളി ജീർണിച്ച അവസ്ഥയായിരുന്നു. പള്ളിയിൽ ആരുമില്ലായിരുന്നു. ധാർമ്മികത കുറവായിരുന്നു. വിയാനിയച്ചൻ ആദ്യമായി ചെല്ലുന്നത് ഈ ആഴ്ചയിലേക്കായിരുന്നു. കാടും പടലവും അച്ഛൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കി. പള്ളി തൂത്തു തുടച്ച് അച്ഛൻ തനിയെ കുർബാന ചൊല്ലി. പള്ളിയിൽ ബഹളം കേട്ട് ആളുകൾ വന്ന് നോക്കിയപ്പോൾ സക്രാരിക്ക് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വിയാനിയച്ചനെ ആളുകൾ ദിവസവും കാണുമായിരുന്നു. അങ്ങനെ ആളുകൾ ഒടുവിൽ കുർബാനയിൽ പങ്കുചേരുവാൻ ആരംഭിച്ചു. വിയാനിയച്ചൻ എല്ലാ ദിവസവും മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയും കുമ്പസാരിപ്പിക്കുകയും കഠിനമായ പ്രായശ്ചിത്തം നിറവേറ്റുകയും ചെയ്തിരുന്നു. കണക്കുകൾ പ്രകാരം 1850കളോടെ ലക്ഷക്കണക്കിന് ആളുകൾ ആഴ്ചയിലേക്ക് വന്നിരുന്നു. തന്നെ ദഹിപ്പിക്കാനും തന്നിൽ വസിക്കാനും തന്നിലൂടെ ജനങ്ങളെ ശുശ്രൂഷിക്കാനും അവൻ ദൈവത്തെ അനുവദിച്ചു. പാപമോചനവും പ്രസംഗവും സ്നേഹവും ചെയ്തിരുന്നത് ദൈവമായിരുന്നു. വിയാനി പുണ്യാളൻ ഒരു ദിവസം പറഞ്ഞു, ഒരു മാലാഖയെയും പുരോഹിതനെയും ഞാൻ ഒരുമിച്ച് കണ്ടാൽ ആദ്യം ഞാൻ പുരോഹിതനെ വണങ്ങും, പിന്നീട് മാലാഖയെയും. കാരണം പുരോഹിതനില്ലെങ്കിൽ യേശുവിന്റെ പീഡാനുഭവവും ഉദ്ധാനവും ഒരു ലക്ഷ്യവുമില്ലാതെ പോകും. സ്വർണം നിറഞ്ഞ ഒരു നിധിപ്പെട്ടിയുടെ താക്കോൽ തുറക്കാൻ ആരുമില്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്താണ്? സ്വർഗത്തിന്റെ താക്കോൽ സൂക്ഷിച്ചിരിക്കുന്നത് പുരോഹിതനാണ്. ഇന്ന് വിശുദ്ധന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ പുരോഹിതരെ ഓർമ്മിക്കുകയും ക്രിസ്തുവിന്റെ ഉപകരണമായി എളിമയുള്ളവരായി മാറുവാനായി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും.